അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പൊന്നൂസിൻ്റെ കല്യാണം ഇങ്ങ് അടുത്തു വരികയാണ്. കല്യാണം പറച്ചിലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അധികം ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. റസാക്കിൻ്റെ വീട്ടുകാരോടും അതുപോലെ തന്നെ റസിയാൻ്റെ വീട്ടുകാരോടും പിന്നെ ഹമീദിൻ്റെ അവിടെയും പിന്നെ മകളെ കെട്ടിച്ച വീട്ടിലും അങ്ങനെ പിന്നെ തൊട്ടടുത്ത് കുറച്ചാളുകൾ വളരെ വേണ്ടപ്പെട്ടവർ അങ്ങനെ കുറച്ചാളുകളോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. റസാക്കിന് തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പെൺമക്കൾ ബാധ്യത ഒഴിഞ്ഞു പോകണം എന്നുള്ളൂ. അത് ആർഭാടമായി നടത്തണമെന്നോ അല്ലെങ്കിൽ ഇനി അധികം ആളുകളോടൊന്നും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും നടത്തണമെന്നോ ഇല്ല. കല്യാണം അങ്ങനെ ചുരുക്കി നടത്താനാണ് റസാക്ക് തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ഇറക്കിവിടുമ്പോൾ അവളുടെ മേല് വേണമല്ലോ. ചെക്കൻ്റെ വീട്ടുകാർ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും പറയും. അതുകൊണ്ട് തന്നെ ഒരു 5 പവൻ്റെ അടുത്തെങ്കിലും വാങ്ങിക്കണമെന്ന് റസാക്ക് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരുദോഷം വരേണ്ട, അതോടെ ബാധ്യത തീർന്നല്ലോ. പിന്നെ ഇനിയുള്ളവരുടെ കാര്യം തനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇതും കൂടി കഴിഞ്ഞാൽ തൻ്റെ ബാധ്യത ഒഴിഞ്ഞല്ലോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും കല്യാണ ചെലവും സ്വർണവും എല്ലാം കൂടി ഒരു 4-5 ലക്ഷം രൂപ വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ വിലയെല്ലാം നോക്കുമ്പോൾ. സ്വത്തുവിനെ കല്യാണം കഴിച്ച സമയത്ത് കടം വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കടം തന്നെ തീർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടിയാകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് ഇന്നൊരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ്. എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ സ്വത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കടം തീർക്കാൻ തന്നെ താൻ ഇത്രയും അധ്വാനിച്ച പൈസ കൊണ്ട് ആയതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സ്വത്തുവിൻ്റെ കല്യാണത്തിന് അവിടെ അടുത്തുള്ള സുലൈമാൻ ഹാജിയുടെ കയ്യിൽ നിന്നാണ് പണം കടം വാങ്ങിയത്. അത് തന്നെ പകുതിയെ തീർന്നിട്ടുള്ളൂ. വീണ്ടും അദ്ദേഹത്തോട് പോയി ചോദിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്ന് അറിയില്ല. മാത്രമല്ല അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് ഒരു 4-5 മാസമായിട്ടുള്ളൂ. അതിൻ്റെ എല്ലാം ആ ഒരു വിഷമത്തിലായിരിക്കും ഇപ്പോൾ. ഈ ഒരു കാര്യം ചെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയുമെന്നൊന്നും അറിയില്ല. എന്ത് വന്നാലും വേണ്ടില്ല, കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല, പതിയെ വീട്ടാമെന്ന് പറഞ്ഞ് ഒന്ന് പോയി ചോദിച്ചു നോക്കാം. മാത്രമല്ല ഇപ്പോൾ അമീറിനും ജോലിയെല്ലാം ആയതല്ലേ. അതുകൊണ്ട് അവനോടും പൈസ ചോദിക്കാം കടം വീട്ടാൻ. അതെല്ലാം സുലൈമാൻ ഹാജിയോട് പറയാം എന്നെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് റസാക്ക് അങ്ങനെ ഒരു തോർത്തും തോളിലിട്ട് കയ്യും മാഞ്ഞു വീശി നടന്ന് പോവുകയാണ്. അങ്ങനെ സുലൈമാൻ ഹാജിയുടെ വീട് എത്തി. വീടിൻ്റെ മുൻവശത്ത് വാതിലെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഭാര്യ മരിച്ച ശേഷം അദ്ദേഹത്തെ പുറത്തേക്കൊന്നും അധികം കാണാറില്ല. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട് ഇതുവഴിയെല്ലാം പോകുമ്പോൾ. ഈയിടെയായി അതുവഴി പോകുമ്പോൾ ഒരു ആളും മനുഷ്യനുമില്ലാത്ത പോലെയാണ്. അങ്ങനെ എവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹം അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ആ വിഷമത്തിലായിരിക്കും. പോയി ബെല്ലെല്ലാം അടിച്ചു കളയാമെന്ന് വിചാരിച്ചു കൊണ്ട് റസാക്ക് ഡോറിൻ്റെ ബെല്ലടിച്ചു. അല്പസമയത്തിൻ്റെ ശേഷം റസാക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ബെല്ലടിച്ച്. അല്പസമയത്തിൻ്റെ ശേഷം നമ്മുടെ സുലൈമാൻ ഹാജി വാതിൽ തുറന്നു. ആരിത്? റസാക്കോ?
എന്താ റസാക്കെ വിശേഷിച്ച് കയറിയിരിക്ക് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാക്ക് പറഞ്ഞു, ആ ഇരിക്കാൻ അധികം സമയമില്ല, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാണ്. നിങ്ങളോട് ചോദിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ വന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ നിങ്ങളോട് പറയാൻ വിഷമമുണ്ട്. കാരണം മൂത്ത മോളെ കല്യാണം കഴിച്ചു വിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവൻ തന്നു തീർന്നിട്ടില്ല. പകുതിയോളം ഇനിയും ബാക്കിയുണ്ട്. ആ സമയത്ത് ഇനി ഈയൊരു കാര്യം കൂടി പറയാൻ 4-5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അതിലേക്കൊരു നുള്ളിപ്പെറുക്കിയെടുത്താൽ 1 ലക്ഷം രൂപ കാണും കയ്യിൽ. ബാക്കി 4 ലക്ഷത്തോളം എനിക്ക് തന്ന് നിങ്ങൾ സഹായിക്കണം. ഇത് കേട്ടതും സുലൈമാൻ ഹാജി ഒന്നിങ്ങനെ മുരടനക്കി. അതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ആ റസാക്കെ, പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. നിനക്കറിയാമല്ലോ എൻ്റെ ഭാര്യ ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. അവൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അവൾക്ക് ഡയാലിസിസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം വേണ്ടി ഒരുപാട് പണം ചിലവഴിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവസാനം അവൾക്ക് കിഡ്നി തന്നെ മാറ്റിവെക്കേണ്ടി വന്നില്ലേ, അതിനും ഒരുപാട് പണം ചിലവായിട്ടുണ്ട്. എന്നിട്ട് രക്ഷപ്പെട്ടോ? അതും ഇല്ല. അങ്ങനെയെല്ലാമായി ഒരുപാട് ബാധ്യത വന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിന്നെപ്പോലെ വേറെയും കുറേ ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. ആരും ഇതുവരെ മുഴുവനായിട്ടും തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പണത്തിന് എനിക്കും ബുദ്ധിമുട്ടിയ സമയമാണ്. അതുകൊണ്ട് ഇനി പണത്തിൻ്റെ ആവശ്യമൊന്നും നീ പറഞ്ഞ് വരല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും റസാക്ക് ആകെ തകർന്നു പോയി. പടച്ചറബേ, ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൻ വല്ലായ്മയോടെ ഇങ്ങനെ ഇരുന്നു. ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, മറ്റെന്തെങ്കിലും വഴി ഉടനടി നോക്കണം എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവൻ പോകാനായിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സുലൈമാൻ ഹാജി പിന്നിൽ നിന്നും റസാക്കിനെ വിളിച്ചു. ആ റസാക്ക്, അവിടെ നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ. ഇനി പെട്ടെന്ന് പറയണമെന്നില്ല, നീ വീട്ടിൽ ചെന്നിട്ട് നന്നായി ആലോചിച്ച് പറഞ്ഞാലും മതി. നീ എനിക്ക് തരാനുള്ള ഈ പൈസ നീ തരേണ്ട. അതുപോലെ ഇപ്പോൾ നിനക്ക് ആവശ്യമുള്ള പണവും ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാടാക്കി തരാം. പകരമായി നീ നിൻ്റെ ചെറിയ മകൾ ഇല്ലേ, ആമി, അവളെ എനിക്ക് കല്യാണം കഴിച്ച് തരാൻ പറ്റുമോ? പെട്ടെന്ന് നീ മറുപടി പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ ചെന്ന് എല്ലാവരോടും നന്നായി ആലോചിച്ച് പറയും. എന്നാൽ നീ എനിക്ക് തരാനുള്ള പണവും തരേണ്ട. അതുപോലെ തന്നെ നിൻ്റെ ഇപ്പോൾ നീ ഉറപ്പിച്ചിട്ടുള്ള മകളുടെ കല്യാണവും വളരെ ഭംഗിയായി നടക്കും. ആ 2 കല്യാണവും ഒരുമിച്ച് ആക്കിയാൽ മതി. നിൻ്റെ ചെറിയ മകൾ ആമിയെ നീ എനിക്ക് തന്നാൽ ഈ കല്യാണവും അതും ഒരുമിച്ച് നമുക്ക് വളരെ നന്നായി നടത്താം. 2 കല്യാണത്തിനുമുള്ള സകല ചെലവുകളും ഞാൻ എടുക്കും. എൻ്റെ ഭാര്യ മരിച്ച് ഇപ്പോൾ 5-6 മാസമായി. മക്കളെല്ലാം അവരവരുടെ വഴിക്ക് പോയി. പെൺമക്കളല്ലേ, എനിക്ക് മക്കളായിട്ട് ആരുമില്ല എന്ന് നിനക്കറിയാമല്ലോ. ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൂട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നീ നന്നായി ആലോചിക്ക്. ഏതായാലും നീ അവളെ മകളായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അവളെയും റസിയാനെയുമെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നീ മനസ്സിലാക്കി ഉടനെ ഒരു മറുപടി പറയും. എന്നാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി വൃത്തിയായി തന്നെ നടക്കും. എന്നാൽ ശരി, നീ ആലോചിക്ക് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ റസാക്കിന്
സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്നെല്ലാം കഴിയാത്ത അവസ്ഥയായി. കാരണം നിലവിൽ 2-3 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഇപ്പോഴുള്ള മകളുടെ കല്യാണത്തിന് ആവശ്യമായ 4-5 ലക്ഷം രൂപയും പിന്നെ ആ ചെറിയവൾ എന്നുള്ള ഭാരവും തൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കിട്ടും. എന്ത് തന്നെയായാലും വേണ്ടില്ല, അവളെ കൂടി കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് തനിക്ക് എല്ലാവരോടും പറയാലോ. അല്ലെങ്കിൽ ഇനി നാട്ടുകാർ അത് പറയും. താൻ അവളെ കല്യാണമൊന്നും നടത്തില്ല എന്ന് കരുതിയതാണ്, അവളെ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നാട്ടുകാർ പറയില്ലേ, ചെറിയ മകളാണെങ്കിൽ കൂടി അവളെ കാര്യമൊന്നും ചെയ്തില്ല, അവിടെ തൻ്റെ ഉപ്പ എന്ന കടമയൊന്നും താൻ ചെയ്തില്ല എന്നെല്ലാം നാട്ടുകാർ പറയില്ലേ. ഇതൊരു വെടിക്ക് 2 പക്ഷി. തൻ്റെ എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞ് താൻ സ്വസ്ഥതയായിത്തീരും ചെയ്യും. ആ എല്ലാ ബാധ്യതകളും എല്ലാ മാരണങ്ങളും പെൺമക്കളെന്ന ശല്യം തന്നെ തൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പിന്നെ തൻ്റെ മകനും തൻ്റെ ഉമ്മയും അവർ മതി തനിക്ക്, ബാക്കിയെല്ലാം പോണ വാട്ടിൽ പോട്ടെ എന്നെല്ലാം വിചാരിച്ചു. റസാഖ് അപ്പോൾ തന്നെ ആലോചിക്കാതെ മുന്നും പിന്നൊന്നും ആലോചിക്കാതെ സുലൈമാൻ ഹാജിയോട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതം, ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ ഹാജി പറഞ്ഞു, നിനക്ക് സമ്മതമായിരിക്കുമെന്ന് എനിക്ക് അല്ലെങ്കിലേ അറിയാം, നിന്നെ എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ. നീ വീട്ടിൽ പോയി സംസാരിച്ച് അവളോടും നിൻ്റെ ഭാര്യയോടുമെല്ലാം സംസാരിച്ച് നീ ഉറപ്പുവരുത്ത്. അല്ലാതെ അവർക്ക് സമ്മതമില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുഴയും. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. പിന്നെ കേസിൻ്റെയും ഓരോ പൊല്ലാപ്പിൻ്റെയും പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ. ഓരോ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഓരോ പുലിവാല് പിടിച്ച നിയമങ്ങളും വനിതാ കമ്മീഷൻ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ മുടിഞ്ഞ സർക്കാർ. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെയൊന്നും വയ്യാവേലി എനിക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് നീ അവരോടൊക്കെ സമ്മതിച്ച് ഉറപ്പിച്ച് വന്ന് പറയും, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ റസാഖ് മനസ്സിൽ വിചാരിച്ചു, വീട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. പിന്നെ തൻ്റെ ഭാര്യ, അവൾക്ക് പണ്ട് മുതലേ തന്നെ പേടിയാണ്. അതുകൊണ്ട് താൻ പറഞ്ഞാൽ അവൾ കേൾക്കും. ഇനി എന്ത് നാടകം അഭിനയിച്ചിട്ടായാലും വേണ്ടില്ല, ആ ചെറിയ പിശാചിൻ്റെ സമ്മതം നേടിയെടുക്കണം. ഇനി അവൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരെയും കൊന്ന് താനും ചാകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. പിന്നെ ഉമ്മാൻ്റെയും ഏട്ടത്തിമാരുടെയും കാര്യത്തിൽ അവൾക്ക് ഭയങ്കര പേടി കാണും. അവരെ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അതുപോലെ തന്നെ അനിയൻ അമീറിനെയും അവളെ ഇഷ്ടമില്ലെങ്കിലും അവൾക്ക് അവനെ ഇഷ്ടമാണ്. പിന്നെ തന്നോടും ഉപ്പ എന്ന നിലയിൽ സ്നേഹമുണ്ട് എന്നെല്ലാം അവനക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി എല്ലാവർക്കും വിഷം കൊടുത്ത് താനും ചാകും എന്നെല്ലാം പറഞ്ഞ് അവളെ പേടിപ്പിച്ച് സമ്മതിപ്പിക്കണം. അങ്ങനെയെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ റസാഖ് വീട്ടിൽ എത്തിയത്. റസാഖ് വന്ന് കയറിയതും നമ്മുടെ ജമീലത്ത അവനെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ, പോയ കാര്യം എന്തായി? വല്ലതും നടന്നോ? എന്താണ് സുലൈമാൻ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാഖ് പറഞ്ഞു, നിങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുക്ക്, എന്നിട്ട് ഞാനൊന്ന് മേല് കഴുകി വരാം. മേല് കഴുകി വന്നതിന് ശേഷം എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒരുമിച്ച് അവിടെ ഹാളിൽ വന്നിരിക്കുക, ഞാനൊന്ന് മേല് കഴുകി വരാം, അപ്പോഴേക്ക് നിങ്ങളെല്ലാവരെയും വിളിച്ച് അവിടെ ഇരുത്ത് എന്നെല്ലാം പറഞ്ഞു. എന്താണ് കാര്യമെന്ന് അറിയാതെ അവരെല്ലാവരും പരസ്പരം അങ്ങോട്ട് നോക്കി. അപ്പോൾ നമ്മുടെ ആമി റസിയാനെ നോക്കിയിട്ട് ഇങ്ങനെ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ റസിയ ഇങ്ങനെ ചുമലിങ്ങനെ കൂച്ചിക്കൊണ്ട് ആർക്കറിയാമെന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും റസാഖ് കുളിയും കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ റസാഖ് മേലെല്ലാം കഴുകി വന്ന് അവിടെ അവനായിട്ടുള്ള ഒരു കസേരയുണ്ട്, അതിലിങ്ങനെ നീണ്ടു നിവർന്നിരുന്നു. ചുറ്റുപാടും എല്ലാവരും അവനെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി. അവൻ പറഞ്ഞു, എല്ലാം വളരെ മംഗളമായി നടക്കും. പിന്നെ ഞാൻ നിൻ്റെ റസിയാൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ നിൻ്റെ മൂത്ത മകളെ കെട്ടിച്ചു വിട്ടതിൽ നിനക്ക് അറിയില്ലേ, എനിക്ക് കുറേ കടം ഇനിയുമുണ്ട്. പിന്നെ ഇവളെ കൂടി കെട്ടിച്ചു വിടാൻ
പൈസ ചോദിച്ചാൽ പിന്നെ അവർ തരുമോ? ഇനി നിനക്ക് ചെറിയൊരു മകൾ കൂടിയില്ലേ? ഇനി ഉപ്പ എന്ന നിലയിൽ അവരുടെ കാര്യത്തിലും ഞാനൊന്നും ചെയ്തില്ല എന്ന് നിനക്ക് പരാതി വേണ്ട. എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജമീലത്ത് പറഞ്ഞു, എടാ നീ വളച്ചു കെട്ടില്ലാതെ എന്താണ് കാര്യമെന്ന് എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ സുലൈമാൻ ഹാജിയുടെ ഭാര്യ ഈ അടുത്താണ് മരിച്ചത് എന്ന്. അവരൊരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു എന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പൈസ ചെലവ് ഈ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ കല്യാണം നടത്തിയതിൽ ഇനിയും കുറേ പൈസ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ കടം വാങ്ങിയ കുറേ ആളുകൾ പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 4-5 ലക്ഷമൊന്നും ഒരുമിച്ച് തരാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. സുലൈമാൻ ഹാജി 55 വയസ്സായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും കാണാൻ നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിന് ആൺമക്കളില്ല, പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അവരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം അവരുടേതായ വീട്ടിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒറ്റക്കാണ്. അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണം. ഇത്രയും ആയപ്പോഴേക്കെല്ലാം നമ്മുടെ ആമിയും റസിയയും എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കി, എങ്ങോട്ടാണ് ഈ ഉപ്പ പറഞ്ഞു പോകുന്നത് എന്നാലോചിച്ച്. അദ്ദേഹം പറഞ്ഞു എന്നോട്, ഇതിനെല്ലാം പരിഹാരമായിട്ട് ഇവളില്ലേ എൻ്റെ ചെറിയ മകൾ, അവളെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കടങ്ങളെല്ലാം, കടം വാങ്ങിയ ആ പൈസയൊന്നും ഇനി തിരിച്ചു കൊടുക്കേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം നടത്താനുള്ള 5 ലക്ഷം രൂപയും അദ്ദേഹം വെറുതെ തരും. അതുപോലെ തന്നെ ഇവളുടെയും ഈ 2 കല്യാണത്തിനുമുള്ള സകല ചെലവുകളും അദ്ദേഹം എടുക്കും. ഇനി അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ സ്വന്തം ആവശ്യത്തിനാവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും വിറ്റിട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചാലും വേണ്ടില്ല, കാര്യങ്ങളെല്ലാം മംഗളമായി നടക്കും. ഇതെല്ലാം ഇവൾ സമ്മതിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമി ഒറ്റ പൊട്ടിത്തെറിച്ചിലായിരുന്നു. അവൾ പറഞ്ഞു, എല്ലാവരുടെയും സന്തോഷം നടക്കാൻ വേണ്ടി എന്നെ ബലിയാടാക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസാക്ക് റസിയാൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുമരിലേക്ക് തള്ളി നിർത്തി. അപ്പോൾ നമ്മുടെ ആമി, ഉപ്പ വിട്, എൻ്റെ ഉമ്മാനെ വിട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസാക്കിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റസാക്ക് അവളെ കൂടി തള്ളി വീഴ്ത്തി. ആമീർ അവളെ ഇങ്ങനെ പിടിച്ച് വെച്ചു. എന്താടി നിനക്ക് വീട്ടിൽ ഒരു നല്ല കാര്യം എല്ലാവർക്കും സംഭവിക്കുന്നത് നീ ഇങ്ങനെ തൊള്ളക്ക് പറയുമല്ലോ, എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഇത്തയാണ്, സഹോദരങ്ങളൊക്കെ. ഇപ്പോൾ എവിടെ പോയടി നിൻ്റെ ഈ സ്നേഹം? സ്വന്തം കാര്യം വന്നപ്പോൾ എന്താടി അദ്ദേഹത്തിനൊരു കുറവ്? നല്ല കാണാനും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല സമ്പത്തുമുണ്ട്, പിന്നെ ബാധ്യതകളൊന്നുമില്ല. നിനക്ക് ഒരു രാജകുമാരിയെ പോലെ അവിടെ സുഖമായി കഴിഞ്ഞൂടടി, എല്ലാവരും രക്ഷപ്പെടില്ലേ? അപ്പോൾ നല്ലൊരു അവസരം വന്നപ്പോൾ നീ എന്താടി ഒഴിഞ്ഞു മാറുന്നത് എന്നെല്ലാം പറഞ്ഞ് ആമീറും അവളെ ഇങ്ങനെ ബലമായി പിടിച്ചു വെച്ചിട്ടുണ്ട്. റസാക്ക് പറഞ്ഞു, ഇതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ കണ്ടോ, നിൻ്റെ തള്ളയെയും കൊല്ലും, എല്ലാവരെയും ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഈ വീടിന് മൊത്തം ഞാൻ തീയിടും. സമ്മതിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളെ എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ എനിക്ക് ആരും ഒരു ബാധ്യത ഉണ്ടാക്കി വരുത്തി വെക്കാമെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. സമ്മതിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരെയും കൊന്നു കളയും എന്നും പറഞ്ഞുകൊണ്ട് റസിയാനെ ശക്തമായി പിടിച്ച് തള്ളിക്കൊണ്ട്, മര്യാദക്ക് ഇതിന് സമ്മതിച്ച് എന്നെ സമ്മതം അറിയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ തന്നെ വിവരം പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാളെ ആകുമ്പോഴേക്കും എനിക്ക് സമ്മതമാണ് എന്നൊരു മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ഈ വീടിന് തീയിടുമെന്നെല്ലാം പറഞ്ഞ് ചവിട്ടി കുലുക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് അകത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട് നമ്മുടെ ജമീലത്ത് പോലും ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അവൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും മോളെ, അതുകൊണ്ട് ഇതിന് മര്യാദക്ക് നീ സമ്മതിച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരും അവിടെ നിന്ന് സ്ഥലം വിട്ടു. ആമീറും പറഞ്ഞു,
കേട്ടോടി, പറഞ്ഞത് കേട്ടില്ലേ? മര്യാദക്ക് ഉപ്പ പറഞ്ഞ കാര്യത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഇവിടെ കിടന്ന് ചാമ്പലാവാം എന്നെല്ലാം പറഞ്ഞു. റസിയയും അതുപോലെ തന്നെ നമ്മുടെ പൊന്നൂസും അവിടെ നിന്ന് കരയുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ ഈ വിധിയെല്ലാം വന്നത്. എൻ്റെ കല്യാണം നടത്താനല്ലേ ഉപ്പ ഈ കഷ്ടപ്പെടുന്നത്. അതിന് നീ കൂടി ബലിയാടായല്ലോ മോളെ. ഞാനോ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് സമ്മതിക്കുകയാണ് എന്നായിരുന്നു നിൻ്റെ വിഷമം. അപ്പം നിൻ്റെ അവസ്ഥ അത് തന്നെയാണല്ലോ എന്നെല്ലാം പറഞ്ഞ് അവളും കരയുകയാണ്. ഇതെല്ലാം കണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന സകല ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ തോന്നി ആമിക്ക്. അവളും ആകെ പേടിച്ച് വിട്ടു നിൽക്കുകയാണ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ കാര്യത്തിൽ ഉപ്പ ഇടപെടില്ല എന്നായിരുന്നു കരുതിയത്. അങ്ങനെയൊരു മകൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഉപ്പ ഇപ്പോൾ തൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്നേഹം കൊണ്ടല്ല, സ്വന്തം കാര്യം നേടാൻ വേണ്ടി തന്നെ ഒരു ആയുധമാക്കിയിരിക്കുകയാണ് എന്നെല്ലാം ഓർത്തപ്പോൾ അവൾ ആകെ പകച്ചുപോയി, എന്ത് ചെയ്യണമെന്നറിയാതെ.